നമസ്കാരം. ഭാര്യയെ കാണാതായ വിഷമത്തിൽ ഭർത്താവ് ജീവനൊടുക്കി. കായംകുളത്താണ് സംഭവം. കണ്ണമ്പള്ളി ഭാഗം വിഷ്ണു ഭവനിൽ വിനോദാണ് ജീവനൊടുക്കിയത്. വിനോദിന്റെ ഭാര്യയെ 2 മാസമായി കാണാനില്ലായിരുന്നു. വിനോദിന്റെ ഭാര്യ രഞ്ജിനിയെ ജൂൺ 11-ാം തീയതി മുതലാണ് കാണാതായത്. തുടർന്ന് ഭാര്യയെ കാണാനില്ലെന്ന് കാണിച്ച് വിനോദ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ജൂൺ 11-ാം തീയതി രാവിലെ 11 മണിക്ക് ശേഷം ബാങ്കിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഭാര്യ വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ പിന്നീട് ഇവരെ ആരും കണ്ടിട്ടില്ല. പരാതി നൽകി 2 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഒരു വിവരം ലഭിക്കാത്തതിൻ്റെ മനോവിഷമത്തിലാണ് വിനോദ് തൂങ്ങി മരിച്ചത്. സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബത്തെ അലട്ടിയിരുന്നതായിട്ടാണ് വിവരം. കാനറ ബാങ്കിൽ നിന്നും വിനോദിൻ്റെ ഭാര്യ സെക്രട്ടറിയായ കുടുംബശ്രീ യൂണിറ്റ് 1.25 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇവർക്ക് മൊത്തം 3 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി വീട്ടുകാർ പറയുന്നു. CCTV പരിശോധിച്ചപ്പോഴാണ് ഇവർ ബാങ്കിൽ പോയിരുന്നില്ലെന്ന് മനസ്സിലായത്. ഓട്ടോറിക്ഷയിൽ കായംകുളത്തെത്തിയ രഞ്ജിനി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയത്. ഭാര്യ പോയതോടെ വിനോദ് ആകെ തകർന്നിരുന്നു. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാമെന്നും ഭാര്യ തിരിച്ചു വരണമെന്നും കരഞ്ഞു പറഞ്ഞ് വിനോദ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. രഞ്ജിനി മൊബൈൽ ഫോൺ എടുക്കാതെയുമാണ് പോയത്. അതുകൊണ്ട് തന്നെ ആ വഴിക്കുള്ള അന്വേഷണം നടത്താനും പോലീസിന് സാധിച്ചില്ല. തുടർന്ന് അന്വേഷണത്തിൽ ഫലമില്ലാതെ വന്നതോടെയാണ് വിനോദ് ജീവനൊടുക്കിയത്. വിഷ്ണു, ദേവിക എന്നിവർ മക്കളാണ്.